ഒന്ന് ചിരിക്കു ചേച്ചി. ടെൻഷനുണ്ടോ? കാണിച്ചേ. ഹലോ, വെൽക്കം ടു ഡോക്ടർ കുരുമുളക് യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നേരം മുന്നേ തന്നെ ഇൻട്രോ ഒക്കെ എടുത്ത് വയ്ക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. നമ്മുടെ അരവിന്ദിൻ്റെ മാരേജ് ആണെന്ന്. അപ്പോൾ മാരേജ് അല്ല, ആക്ച്വലി മാരേജ് സെപ്റ്റംബർ 12 തന്നെ കഴിഞ്ഞായിരുന്നു. ഇതിപ്പം റിസപ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി. ഓൾമോസ്റ്റ് ഒരു 1.5 months ആയി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പരിപാടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ താമസിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുക. എല്ലാവരും റെഡിയായി, ഓൾമോസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകും. അവിടെ വന്നിട്ട് കാണാം കേട്ടോ. ഹായ് അക്ക, ദിസ് ഇസ് മൈ വ്ലോഗ്. സേ ഹായ്. നോ. അരവിന്ദിനോട് എന്താണ് പറയാനുള്ളത്? അതിൽ അരവിന്ദിന്റെ ഒരു നല്ല നിമിഷമാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. എന്തെങ്കിലും മെമ്മറീസ്? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ? അതിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അരവിന്ദിനോട്. അയ്യോ, അതെ അതെ, അരവിന്ദിനോട് ബെഡ് ഷെയർ ചെയ്ത് അത് കണ്ടുള്ള ഗുണം എന്താണ്? ഗവൺമെന്റ് ജോലി കിട്ടി. അശ്വത്തോ? ഒരുമിച്ച് പഠിച്ചാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തു, ഒരുമിച്ച് റൂം ഷെയർ ചെയ്തു. അതുകൊണ്ട് എന്ത് കിട്ടി? നല്ല സന്തോഷമാണ്. ഗവൺമെന്റ് ജോലി കിട്ടിയില്ലേ? കിട്ടി. സോ നോട്ട് ദ പോയിന്റ് അല്ലേ? ചെമ്പുവിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കൂ. ചെരുപ്പ് ഇതാണോ ഇടുന്നേ? കുരു, അരവിന്ദിന് എന്തെങ്കിലും വിശ്വസോ എന്തെങ്കിലും പറയാനുണ്ടോ അരവിന്ദിനോട്? എനിത്തിങ് എൽസ്? കേറട്ടെ. ഓക്കെ, ചിരിച്ചു അശ്വത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ അരവിന്ദിന്റെ കല്യാണം. അരവിന്ദിന്റെ വീട്, ഓഡിറ്റോറിയം. വീട്ടിൽ പോണ്ട. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയം. ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ചെയ്ത് കാണിക്കോ? ആദ്യം അവര് ചെയ്യണായിരിക്കും അല്ലേ? കയ്യില് തേച്ചിട്ട് ചെയ്യുന്നവര് കാണിക്കാം, പിന്നെ കട്ട് ചെയ്താൽ തുടങ്ങി. അവിടെ അരവിന്ദിന്റെ റോഷിനിയുടെയും ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അരവിന്ദ് കയറുന്ന മുമ്പോട്ട് മറ്റിപ്പോൾ അല്പം ഒന്ന് ഹൈറ്റ് പൊങ്ങി വരാം. അല്പം ആലവിലേക്ക് റോഷിനി ഒന്നോടെ റോഷിനി ലീഗിലേക്ക് നോക്കി പറയുമ്പോൾ ഫേസ് ടു ഫേസ് ലുക്ക് കൊടുക്കണേ. റോഷിനി നോക്കി അരവിന്ദ് നോക്കി. താങ്ക് യു. With the grace of God and in the cherished presence of their parents, our beloved Arvind and Roshni united in marriage on 12th of September.
Arvind and Roshni to the stage. Let's give them a warm round of applause as they step forward to celebrate their new journey. പങ്കുചേരാൻ ക്ഷണം സ്വീകരിച്ചു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Now, I want all of you to listen to a good story about our Arvind and Roshni. നിങ്ങൾ ഭൂരിഭാഗം പേർക്കും അരവിന്ദിനെയും റോഷ്നിയെയും ചെറുപ്പം തൊട്ടേ അറിയാം. സ്കൂളിലും കോളേജ് ലൈഫിലൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും പോലെ they had all kinds of experiences like all of us. But എല്ലാവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ? So you can call it as destiny, luck or anything. അതുപോലെ അരവിന്ദിന്റെയും റോഷ്നിയുടെയും ലൈഫിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവരെ PhDയുടെ ഭാഗമായിട്ട് 2022 നോർത്ത് ഇന്ത്യയിൽ വെച്ച് നടന്നൊരു ട്രെയിനിങ് with met for the first time. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസനാണെന്ന് പറയുന്നത്. അതുപോലെ so അവിടെ നിന്ന് മീറ്റ് ചെയ്തപ്പോൾ തൊട്ട് റോഷി ചേച്ചിക്ക് അരവിന്ദിനെ മൊട്ടുമായിട്ട് മാറാൻ വേണ്ടി അധികം ടൈം ഒന്നും വേണ്ടി വന്നില്ല. From there, they made a solemn promise to remain united, cherishing their bond and walking hand in hand through all of life's journey forever. All the best, Arvind and Roshni. That Arvind and Roshni has for one another. May these rings be the symbol of love and faithfulness that bind our couple together as they slip these precious circles onto each other's fingers. The cake cutting ceremony. Please join me in inviting our beautiful bride and dashing groom to share their first sweet memory together. In Bhopal, and the person who sent Arvind is Murli sir. So today this is happening because of Murli sir, we should say. Okay, I am congratulating both of you and wishing you all success and happiness. And here are a few tips for you from us. Both of you respect each other, support each other, trust each other, have a healthy communication. And marriage, as everybody say, it is 50-50, but not always it is 50-50. Sometimes, if required, one has to contribute 100% to it. So hope you will do all this and lead a very happy and successful life. So, പക്ഷേ പരസ്പരം നോക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഇവരുടെ ഉത്തരങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുക. രണ്ടുപേരും റെഡിയാണോ? രണ്ടുപേർക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ആവാം. Okay, നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who said I love you first? ആരാണ് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞത്? റോഷിക്കും Okay, correct answer. Second question. Who complains more? അതെ, ആരാണ് കൂട്ടത്തിൽ പരാതിപ്പെട്ടി? ഓൾവേസ് കംപ്ലൈൻസ്. എന്ത് മാച്ചല്ലേ? Third one. Next question. Who is the better cook? ആരാണ് ഏറ്റവും പാചകം ചെയ്യുന്നത്? അരവിന്ദിന്റെ പാചകം എനിക്കറിയാം, ഞാനത് മുമ്പായിരുന്നു. Who is more addicted to their phone? ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന ആരാണ്? കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? രണ്ട്. Okay. Who is the boss in the relationship? Okay, go. Okay, next question.
അതെന്തത്? ആ മതി ഇത്. So this is my lunch. I'll have this and see you later. Could you please put one more piece? Thank you. ഹലോ, അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റൂമിലെത്തിട്ടോ. വളരെ നന്നായിട്ടെല്ലാം കഴിഞ്ഞു. എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അവരുടെ റിസപ്ഷനും പ്രോഗ്രാം, കേക്ക് കട്ടിങ്, റിങ് എക്സ്ചേഞ്ച്, എവറിത്തിങ് വെൻറ്റ് വെൽ. പിന്നെന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മാരേജ് റിസപ്ഷന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഭയങ്കര ഗ്രാൻഡായിട്ട് നടക്കുന്നൊരു പരിപാടിക്ക് കമ്പയർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് അതിൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. സോ ആ ഒരു ടെൻഷൻ കൊണ്ട് അത് അത്യാവശ്യം നിന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത്. അത് ഭയങ്കരമല്ല, എന്നാലും കുറച്ചൊരു കുളമായിപ്പോയി. ആ ഒരു ടെൻഷനുള്ളതുകൊണ്ട് ഫുൾ ഞാൻ ബ്ലാക്ക് ഔട്ടായി. എനിക്ക് ഒരു സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങുമാതിരി കുറേ പണ്ടത്തരമൊക്കെ കാണിച്ചു. ബട്ട് സ്റ്റിൽ ഓവറോൾ ഇറ്റ് വെൻ വെൽ. പിന്നെ കുറേ നമ്മൾ ഫ്രണ്ട്സിന് എല്ലാവരെയൊക്കെ കാണാൻ പറ്റി. നമ്മൾ 2022 ചെന്നൈയിൽ പോണേ. അപ്പം ഉണ്ടായിരുന്ന കുറേ പേര് അതിന് ഇടയ്ക്കിടയ്ക്ക് ജോലിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ആരുടെയും മാരേജോ എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവരായിട്ട് കാണത്തുള്ളൂ. അങ്ങനെ കുറച്ച് 1-2 പേര് വന്നു, എല്ലാവരെയൊക്കെ മീറ്റ് ചെയ്തു, കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തി. നമുക്ക് അറേഞ്ച് ചെയ്തിരുന്ന റൂമിലെത്തി. ഇനിയിപ്പോൾ എല്ലാവരും ഫ്രഷായി എല്ലാം പാക്ക് ചെയ്ത് നൈറ്റ് 8 മണിക്ക് എന്തോ ആണ് തോന്നുന്നത് നമ്മുടെ ട്രെയിൻ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിരിയും. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇരുന്ന് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ബിക്കോസ് ഞാൻ കൂടുതൽ ഷോർട്സ്, ഫുഡ് വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ എൻ്റെ ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് എനിക്കിങ്ങനെ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ്. എനിക്ക് എപ്പോഴും മടിയാണ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. സോ ഇനി ഞാനങ്ങനെ ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം.
അപ്പോൾ ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.